പാലക്കാട് ഒലവക്കോട് യുവതിക്ക് നേരെ ആസിഡ് ആക്രമണമുണ്ടായിരിക്കുന്നു. ഠാണാവിൽ ലോട്ടറി കട നടത്തുന്ന ഒലവക്കോട് സ്വദേശിയായ ബർഷീനയ്ക്ക് നേരെയാണ് ഇന്ന് രാവിലെ ആക്രമണമുണ്ടായത്. സാരമായി പൊള്ളലേറ്റ യുവതി പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആക്രമണം നടത്തിയത് മുൻ ഭർത്താവ് തമിഴ്നാട് സ്വദേശിയായ കാജ ഹുസൈനാണ്. ഈ കാജ ഹുസൈനെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇക്ബാൽ അറക്കൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഇക്ബാൽ അറക്കൽ, കാജ ഹുസൈൻ എപ്പോഴാണ് ഇത് ചെയ്തത്, ആക്രമണം നടത്തിയത്? എന്താണ് ഈ പ്രകോപനത്തിന്റെ കാരണം? യുവതിയുടെ അവസ്ഥ എന്താണ്? അരുൺകുമാർ, ഇന്ന് രാവിലെ 7 മണിയോട് കൂടിയാണ് പാലക്കാട് ഒലവക്കോട് എന്ന് പറയുന്ന ഭാഗത്ത് വെച്ച് ഇത്തരത്തിലൊരു ആസിഡ് ആക്രമണം നടന്നത്. ഞാനിപ്പോൾ ഉള്ള ഈ താണാവിലെ ഈ ലോട്ടറി കട നടത്തുന്ന ഒലവക്കോട് സ്വദേശി ബർഷീനയ്ക്കാണ് ഇത്തരത്തിൽ ഒരു ആക്രമണം നേരിടേണ്ടി വന്നത്. ഇവരുടെ ഭർത്താവുമായി കഴിഞ്ഞ കുറേ നാളുകളായി ഇവർ വേർപിരിഞ്ഞ് കഴിയുകയാണ്. ഇയാൾ തമിഴ്നാട് സ്വദേശിയാണ്, കാജ ഹുസൈൻ എന്നാണ് പേര്. ഇയാളാണ് ഇത്തരത്തിൽ ഈ ബർഷീനയുടെ ഈ ലോട്ടറി കടയിലെത്തി ഇന്ന് രാവിലെ ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയത്. രാവിലെ ഈ കടയിലെത്തി ബർഷീന ഈ കട തുറക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ കാജ ഹുസൈൻ ഇവിടേക്ക് കയ്യിൽ കരുതിയിരുന്ന ആസിഡുമായി എത്തി ഇവരുടെ മുഖത്തേക്ക് ഒഴിക്കുകയായിരുന്നു. ഇപ്പോൾ ഈ സംഭവം നടക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഇല്ലെങ്കിൽ ഈ കാജ ഹുസൈനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ച വ്യക്തി നമ്മളോടൊപ്പം ചേരുകയാണ്. എന്താ പേര്? പുഷ്പാകരൻ. എന്താ നിങ്ങൾ കണ്ടത്? ഞാൻ രാവിലെ എണീറ്റ് ലോട്ടറി എടുക്കാൻ വേണ്ടി വന്നു. ഇവിടെ കാലത്ത് ജോലിക്ക് പോകുന്ന സമയത്ത് ലോട്ടറി എടുക്കാകുമ്പോൾ ആ സ്ത്രീ മിറ്റമടിച്ച് ഇവിടെ അടിച്ച് കഴിഞ്ഞ് വാരിക്കഴിഞ്ഞ് മൂപ്പര് അതിൻ്റെ ഉള്ളിൽ കയറി കടറുന്നു. ലോട്ടറി എടുക്കുന്ന സമയത്ത് ഒരു ചങ്ങാതി വന്നുകൊണ്ട് പെട്ടെന്ന് എന്തോ സംസാരിച്ചുകൊണ്ട് മേലെ ആസിഡ് ഒരു വെള്ളം ഒഴിച്ചു. ആസിഡ് പിന്നീട് ഞങ്ങൾക്ക് ആസിഡാണെന്ന് മനസ്സിലായത്. അപ്പോൾ തന്നെ ആ സ്ത്രീൻ്റെ മുഖത്തും ഇവിടെയൊക്കെ ഒരു പുക വരുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ആ സ്ത്രീനെ പിടിച്ചുകൊണ്ട് ഇവനെ ഓടുന്ന സമയത്ത് ഇവനെ ഞങ്ങളെ കൂടി പിടിച്ച് ഇവിടെ കൊണ്ട് നിർത്തി ഈ സ്ത്രീനെ അപ്പം തന്നെ ആശുപത്രിക്ക് ഓട്ടോയിൽ കയറ്റി വിട്ടു. ഒരു 7:15, 7:30 ഉണ്ടാവും സമയം. അപ്പോൾ തന്നെ ആളുകളൊക്കെ കൂടി അപ്പോൾ തന്നെ പോലീസിനെ വിളിച്ചു. പോലീസുകാർ വന്ന് കൊണ്ടുപോവുകയും ചെയ്തു. എന്തായിരുന്നു ഇയാളുടെ ഒരു മാനസികാവസ്ഥ? എങ്ങനെ? ഇയാളുടെ ഒരു മാനസികാവസ്ഥ കൊല്ലണം എന്നുള്ള ബേസിൽ തന്നെയാണ് ഇയാൾ വന്നിരിക്കുന്നത് ഇവിടെ. ഇയാൾ ചെന്നൈ, ഈ സ്ത്രീൻ്റെ ഭർത്താവാണ് ഇയാൾ. ഇത് നമുക്കറിയില്ല, പിന്നെയാണ് അത് അറിയണത്. ഇയാൾ ചെന്നൈയിൽ നിന്ന് വന്നിരിക്കണേ, രാത്രി വന്നിട്ട് ഇവിടെ ഇരുന്നിരിക്കുകയാണ്. ഇവിടെ ഈ സ്ത്രീനെ കൊല്ലാൻ വേണ്ടിയിട്ട് കൽപ്പിച്ചു കൂട്ടി കൊല്ലണം എന്നുള്ള എയിമിൽ തന്നെ വന്ന് ഇരുന്നിരിക്കുകയാണ്. എന്നിട്ടാണ് ഈ ലോട്ടറി എടുക്കുന്ന സമയത്ത് നമ്മൾ വരുന്ന സമയത്താണ് ഇയാൾ ഇത് വീര്യം കുറഞ്ഞ ആസിഡ് ആയതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടാണ്. ആസിഡാണ് തോന്നുന്നു. അത് കാരണമാണ് ഒരു പുകച്ചൽ മാത്രമേ ഉണ്ടായുള്ളൂ, ഒരു പെട്ടെന്നൊരു പുക. അതേ അറിയുള്ളൂ. ഇയാളെ പിടിച്ച പോലീസിൽ നമ്മളാണ് പിടിച്ചത്, ഇവിടെ നിർത്തിയത് പോലീസിൽ ഏൽപ്പിച്ചൊക്കെ നമ്മൾ തന്നെയാണ്. അരുൺകുമാർ, ഏതായാലും ഈ ആസിഡ് ആക്രമണം നേരിടേണ്ടി വന്ന ബർഷീന എന്ന ഒലവക്കോട് സ്വദേശിനി ഇപ്പോൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇവരുടെ മുഖത്താണ് ഈ ആസിഡ് ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുള്ളത്. കാജ ഹുസൈനെ നാട്ടുകാർ ചേർന്ന് ഉടൻ തന്നെ പോലീസിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇയാളെ നിലവിൽ പോലീസ് ചോദ്യം ചെയ്ത് വരികയാണ്. ഇയാൾ ഇന്നലെ രാത്രിയോടുകൂടി പാലക്കാട്ടേക്ക് എത്തി എന്നാണ് പറയുന്നത്. ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് തന്നെയുള്ളതാണ് ഈ താണാവ് എന്ന് പറയുന്ന ഭാഗം. ഇവിടെ ഇന്നലെ രാത്രി മുഴുവൻ ചെലവിട്ടതിന് ശേഷം ഇന്ന് രാവിലെയോടുകൂടി ബർഷീന കട തുറക്കാൻ വേണ്ടി ഈ വാഹനത്തിൽ വന്നതും ഈ കടയിലേക്ക് എത്തി ഈ ബർഷീനയ്ക്ക് നേരെ ഇയാൾ ആസിഡ് ഒഴിക്കുകയായിരുന്നു. ബർഷീനയുടെ മുഖത്തേക്കാണ് ആസിഡ് ഒഴിച്ചത്. ഈ കടയുടെ അകത്ത് തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ ആസിഡ് വന്ന് പതിച്ച് ഈ കടയുടെ ഈ പല ഭാഗങ്ങളിലും ഒരു കുമിളകൾ പോലെ അല്ലെങ്കിൽ പൊള്ളൽ പോലെ ഏറ്റതായി നമുക്ക് കാണാം. എന്തോ ഒരു ഭാഗ്യത്തിന് വീര്യം കുറഞ്ഞ ആസിഡ് ആയതുകൊണ്ട് മാത്രമാണ് അവർക്ക് സാരമായ പരിക്കുകൾ ഇല്ലാതെ രക്ഷപ്പെട്ടത്. ഏതായാലും ഇവരുടെ കണ്ണിനും അതുപോലെ തന്നെ മുഖത്തും സാരമായി തന്നെ ഈ ആസിഡ് തട്ടിയിട്ടുണ്ട് എന്നൊരു വിവരം ഡോക്ടർമാരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഇവരെ ഇപ്പോൾ കൂടുതൽ പരിശോധനയ്ക്കായി പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. വിദഗ്ധ ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് വരെ ഇവരെ മാറ്റാൻ തയ്യാറെടുക്കുന്നു എന്നാണ് ഡോക്ടർമാരിൽ നിന്ന് ലഭിച്ചിട്ടുള്ള വിവരം. ഏതായാലും ഇന്ന് രാവിലെ 7 മണിയോട് കൂടിയാണ് പാലക്കാട് ഒലവക്കോട് താണാവിൽ വെച്ച് ഇത്രയും ദാരുണമായ ഒരു സംഭവം ഉണ്ടായത്. പാലക്കാട് ഒലവക്കോട് സ്വദേശിയായ ബർഷീനയ്ക്ക് നേരെയാണ് ഇവരുടെ ഭർത്താവായിരുന്ന കാജ ഹുസൈൻ തമിഴ്നാട് സ്വദേശി ഇത്തരത്തിലൊരു ആസിഡ് ആക്രമണം നടത്തിയത്. അരുൺകുമാർ, വളരെ വളരെ വേദനിപ്പിക്കുന്ന വാർത്തയാണ് ഇക്ബാൽ. താങ്ക് യു ഇക്ബാൽ. നോക്കൂ, വിവാഹം സ്വർഗത്തിൽ നടക്കുന്നു, പ്രണയം സ്വർഗത്തിനും മുകളിൽ നടക്കുന്നു എന്നാണ്. പക്ഷേ ആ ബന്ധങ്ങളൊക്കെ വിള്ളലുണ്ടാവുമ്പോൾ നരകത്തിനേക്കാൾ തുല്യമായിട്ടുള്ള ക്രൂരന്മാരായിട്ട് നമ്മൾ മാറുകയാണ്. വളരെ വേദനിപ്പിക്കുന്നൊരു വാർത്തയാണ്. ആ കാജ ഹുസൈൻ അവരുടെ വഴിക്കൊക്കെ വിട്ടാൽ മതിയായിരുന്നു. അവർ അധ്വാനിച്ച് ലോട്ടറി ടിക്കറ്റ് വിറ്റ് ജീവിക്കുന്ന ഒരു പാവം യുവതിയാണ്. അവരെയാണ് അവരുടെ മുഖത്തേക്ക് ആസിഡ് എറിഞ്ഞിരിക്കുന്നത്. എങ്ങനെ തോന്നുന്നുവല്ലേ മനുഷ്യർക്ക്?